ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നും പൊന്നമ്മ ബാബു. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഷാനവാസ് ബിഗ് ബോസിലായിട്ട് ഇനിയിപ്പം തീരാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഞാൻ ഷാനവാസിനെ കുറിച്ച് കുറച്ച് ആൾക്കാർ എന്താ പറയണേ, ഷാനവാസ് അതിനകത്ത് റോങ് ആയിട്ടാണ് നിൽക്കുന്നേ, റിയലായിട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസൊക്കെ കാണാൻ ഇടയായി. സത്യം പറഞ്ഞാൽ ഷാനവാസ് ഒരു പാവം ക്യാരക്ടറാണ്. കോമഡി അസാധ്യമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ്. അസാധ്യ കോമഡി പറയുകയും ചെയ്യുന്ന ഒരാളാണ്. ഇനി അതോ വെച്ച് ദേഷ്യപ്പെട്ടാലും പുള്ളി പിന്നീട് എല്ലാവരുമായിട്ട് സ്നേഹത്തിൽ കഴിയുന്ന ഒരാളും കൂടിയാണ്. കാരണം ഞങ്ങൾ തമ്മിൽ 3-4 വർഷം മിസ്റ്റർ സീറ്റർ എന്ന് പറഞ്ഞ സീരിയൽ അമ്മയും മോനുമായിട്ടൊക്കെ അഭിനയിച്ചിരുന്നു. കൂടുതലും അന്നും അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞ ഷാനവാസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഷാനവാസ് സംസാരിക്കുന്നത്. എന്നും ഷാനവാസ് സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഷാനവാസ് സംസാരിക്കുന്നത്. കൂടെയുള്ള ആൾക്കാരെ ചേർത്ത് നിർത്താനും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. ബിഗ് ബോസ് കഴിഞ്ഞാൽ എല്ലാ എപ്പിസോഡും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടത്രയും കാര്യങ്ങളിലൊക്കെ എപ്പോഴും കുട്ടികളോട് സ്നേഹമായിട്ട് പെരുമാറുന്നതൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം വരുമ്പോൾ മനുഷ്യന്മാരല്ലേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിപ്പോൾ അതിന്റെ എല്ലാം അതിന്റെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ അതിനകത്ത് കണ്ടിരിക്കുന്നത്. ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഷാനവാസ് ഫേക്കാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് സത്യം പറഞ്ഞ് എനിക്ക് വിഷമം തോന്നി. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാനിത് വീഡിയോ ചെയ്ത് തരണം എന്ന് വിചാരിച്ചു. ഷാനു റിയലായിട്ട് തന്നെയാണ് കേട്ടോ. അതാണ് ഷാനു ഒരു കള്ളമുഖമൊന്നുമില്ല, സത്യസന്ധമായ മുഖവും ഫേസുമായിട്ടാണ് ഷാനു അതിനകത്ത് കളിക്കുന്നത്. വേറെ ആളായിട്ടൊന്നും അല്ല അത്. പിന്നെ പല തമാശകളും അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്കതിൽ ഞാൻ വളരെയധികം കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും അതിലുള്ള എല്ലാ മത്സരാർത്ഥികളും മത്സരിക്കുന്ന എല്ലാവരും നന്നായിട്ട് അവരുടേതായ കാര്യങ്ങൾ പെർഫോം ചെയ്യാറുണ്ട്. അപ്പോൾ ഷാനുവിനെ പറ്റി ഇങ്ങനെ കേട്ടപ്പം എനിക്കൊരു ചെറിയൊരു വിഷമമുണ്ടായി. അപ്പോൾ 2 വാക്ക് എനിക്ക് ഷാനുവിനെ പറ്റി പറഞ്ഞിരണമെന്ന് തോന്നി. ഞങ്ങൾ സത്യം പറഞ്ഞാൽ അമ്മയും മോനുമായിട്ട് തന്നെയാണ് അന്ന് തുടങ്ങിയ ബന്ധമാണ്. ഇന്നും ഞങ്ങൾ തമ്മിൽ ആ സീരിയൽ തീർന്നിട്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വിളിക്കും, ചേച്ചി സുഖമായിട്ടിരിക്കുന്നു, അല്ലെ ഞാൻ ഷാനിനെ വിളിക്കും, ഷാനു സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു. ഇതിൻ്റെ കുടുംബമൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഒരു അടുപ്പമുണ്ട്. അപ്പോൾ ഷാനു ഫേക്കല്ല, അതാണ് ഷാനു റിയലായിട്ട് തന്നെയാണ് നിന്ന് ചെയ്യുന്നത്. ഒരു കള്ളത്തിലൊന്നുമില്ല കേട്ടോ. അതൊന്നും ആൾക്കാർ വിശ്വസിക്കേണ്ട. ആരെങ്കിലൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധാരണയൊക്കെ മാറണം. ഷാനുവിനെ മാക്സിമം വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. ഇനി നല്ല നല്ല കഥാപാത്രങ്ങളുമായിട്ട് ഷാനു നമ്മുടെ മുന്നിലോട്ട് എത്താനുള്ള ഒരാളാണ്. ഷാനിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. God bless you.